വീട്ടിലൊരു ഫംഗ്ഷൻ നടക്കുന്നുണ്ട്. രാവിലെ തന്നെ ജിമ്മൊക്കെ തീർത്തോണ്ടി നിമ്മ പറഞ്ഞു. പകുതി ഉറങ്ങിയാണ്ടില്ല എന്റെ ഡ്രൈവിംഗ് ആണ് ഇപ്പൊ ഇങ്ങോട്ട് കാണുന്നത്. ഓ പാസഞ്ചറായിട്ട് കുറച്ച് പച്ചക്കറി ഒപ്പുണ്ട്, കുറച്ച് ചിക്കൻ, കാട, മീറ്റ്, മീൻ എല്ലാം നമ്മളെ ഏൽപ്പിച്ചിരിക്കണം. അത് അങ്ങനെ ഇപ്പൊ നമ്മളീ പോണത്. ഇപ്പഴത്തെ വീഡിയോക്ക് നോക്കിയപ്പോഴാണ് ഇന്റെ ഒരു ചങ്ങായി തൂക്കം പിടിച്ച് കോയിന്റെ മാതിരി അവിടെ സ്കൂട്ടിമേ കടന്നുറങ്ങണം. സമയങ്ങൾക്ക് ശേഷം ഗസ്റ്റുകളൊക്കെ വന്നു, പരിപാടിയൊക്കെ സ്റ്റാർട്ടായി തുടങ്ങി. ഗസ്റ്റുകൾ ഫ്രണ്ടിലാണെങ്കിൽ നമ്മളെ റോള് ബാക്കിലാണല്ലോ, അവിടെയാണ് കിച്ചൺ. ഇപ്പൊ നമ്മളും എല്ലാം അങ്ങോട്ട് നീങ്ങി. കുറച്ചേരം മുമ്പ് ഞാൻ കൊടുന്നിടത്ത് കോഴി കേൾക്കണം. ഇപ്പൊ എണ്ണ കിടന്ന് വരികയാണ്. എണ്ണയിൽ ബുക്കി കഴിഞ്ഞാൽ ചിക്കൻ ചില്ലി ഒന്ന് ടേസ്റ്റ് നോക്കില്ലെന്ന് പറഞ്ഞപ്പോ ആപ്പാപ്പാന്റെ അപ്രൂവൽ കിട്ടി. മൂപ്പര് മുമ്പ് വെയിറ്റിംഗ് ആണ്. റൈസും ചിക്കനും സെപ്പറേറ്റ് വെച്ച് ബിരിയാണി ഉണ്ട് ഇവിടെ. അത് പറ്റത്തവർക്ക് ബീഫ് മന്തി ഉണ്ട്. എല്ലാവരും അവിടെ പണിയെടുക്കുമ്പോഴും നമ്മള് വീടെടുത്തിറക്കും. അതൊക്കെ പാടെ നിങ്ങൾക്ക് കാട്ടിത്തരാൻ വേണ്ടിട്ട്. പണിയെടുക്കണില്ലെങ്കിലും വയറ് നിറക്കണല്ലോ, അതാണല്ലോ അതിന്റെ ഒരു പോളിസി. ഞാൻ ഒരു ചില്ലി ചിക്കൻ എടുത്ത് മെല്ലെ തൊള്ളിക്കിട്ട് ആരും ഇതൊന്നും കാണില്ല എന്ന് വിശ്വസിച്ചതാണ് എന്റെ തെറ്റ്. രാവിലെ തൊട്ട് സ്മെല്ലടിക്കാന്നല്ലാതെ വയറ്റക്കൊന്നും പിന്നെ കിട്ടിയിട്ടില്ല. തീന്നു എന്റെ പൂജയെന്ന് പറയല്ലേ അപ്പൊ കാഞ്ഞ വിത്ത്. അങ്ങനെ ഉറങ്ങാതെ ആർക്കെങ്കിലും ക്യൂട്ട് ഫീസ് കാട്ടി കൊടുത്താൽ ആരെങ്കിലും ചിക്കൻ പീസ് കൊടുത്താലും വിചാരിച്ച് നിൽക്കാരോ. ഞാൻ പിന്നെ നല്ലൊരു മനുഷ്യനായിട്ട് ഞാൻ കുറച്ച്